മാങ്ങാക്കാലം കഴിയുന്നവരെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. കാരണം ഇന്നും നമ്മൾ മാങ്ങ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് തയ്യാറാക്കുന്നത്. അതും ഒരു പാർട്ടി സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ഇതുപോലെ പാർട്ടിക്കൊന്ന് വിളമ്പി നോക്കേണ്ടി തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ഇതിൻ്റെ റെസിപ്പി എന്തായാലും അവർ ചോദിച്ചു പോകും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. എൻ്റെ മക്കളൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ഐറ്റം കൂടെയാണ്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചവ്വരി ഇട്ട് ആദ്യം ഒന്ന് വേവിക്കണം. ഞാനൊരു 1/4 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലപോലെ കഴുകി എടുത്ത ചവ്വരിയാണ് കേട്ടോ നമ്മൾ തിളച്ച ഈ വെള്ളത്തിലേക്ക് ഇട്ട് വേവിച്ചെടുക്കുന്നത്. ഇത് ചെറിയ ചവ്വരി ആയതുകൊണ്ടേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വലുതാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് സോക്ക് ചെയ്തെടുക്കുക. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചവ്വരി ഊറ്റിയെടുത്തതിന് ശേഷം പച്ചവെള്ളം ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കണം കേട്ടോ. അത് വേറൊന്നിനും വേണ്ടിയില്ല, ഒട്ടാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ അതൊരു പശ പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങളിത് തണുപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 കപ്പോളം തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കുക. അതല്ല നിങ്ങൾ തണുപ്പിക്കാണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 കപ്പ് തന്നെ മതിയാവും കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റുമ്പോഴേ ഈ ചവര് ഒന്നുകൂടെ ഒന്ന് വീർത്ത് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് രണ്ടാമതായിട്ട് വേറൊരു ലെയറും കൂടെ ഉണ്ടാക്കാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ 1 കപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് 1 കപ്പ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ടേ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തിക്കായിട്ട് വേണം നമ്മളത് അരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത കൂട്ടുണ്ടല്ലോ, ആദ്യം നമ്മൾ ഗ്ലാസ്സിലേക്ക് അതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ പാർട്ടിയിലൊക്കെ വിളമ്പുന്ന സമയത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതല്ല നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ വിളമ്പുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ മാങ്ങയുടെ ആ കൂട്ട് ആദ്യം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചവ്വരിയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ 1 കപ്പ് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ധാരാളമായിട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്തോളൂ കേട്ടോ. കാരണം ഈ മാങ്ങ കൂടെ അതിൽ കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക കേട്ടോ. അപ്പം നമ്മളിതിന് കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മളിത് കഴിക്കുന്നത് കേട്ടോ. വെറും 4 ചേരുവല്ലേ ഉള്ളൂ ഇത് തയ്യാറാക്കാനായിട്ട്. വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. മാത്രമല്ല നമ്മുടെ ഈ പുഡിങ് അതുപോലെ തന്നെ ഡെസേർട്ട് ഐറ്റംസൊക്കെ ചെയ്തെടുക്കാൻ ഇച്ചിരി പാടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ഈ മാങ്ങാക്കാലം കഴിയുന്ന മുമ്പ് തന്നെ ഇതൊന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.